കൊടൈക്കനാലിൽ സ്വർണ്ണം കൊടുത്താൽ കാശ് തരുന്ന ആരെങ്കിലും നിനക്കറിയാവോ? അതെ അളിയാ, നമുക്കറിഞ്ഞൊരു സേറ്റ് ഉണ്ട്, അവരെ പോയി കാണുന്നോ? വലിയ സംഭവമാ. അതിനെ പറ്റിയൊരു എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും സിംഗിൾ ഡേയിൽ തീർത്തേക്കും. നമ്പർ എഴുതിക്കോ. 9841441312. നോക്കിയിട്ട് വിളിക്കിട്ടോ. ശരി. ആ, സ്വർണ്ണ റെഡിയാണ്, പൈസ റെഡിയാണല്ലോ. ശരി, ഇപ്പൊ കൊടുത്തേക്കാം. ശങ്കര, ഇതൊക്കെ ആണുങ്ങൾ അടിച്ചപ്പോ നീ ഇവിടെ ഒലത്തു വരുന്നോ? നീ എവിടെയാണ് പോയത്? വേണ്ട, ആരും എടുത്തോണ്ട് പോയിന്ന് എനിക്കറിയണം. ഇപ്പൊ തന്നെ എന്റെ സ്വർണ്ണം ഇവിടെ എത്തിയിരിക്കണം. ഓടാ, പോയി അന്വേഷിക്ക്. ഏവനെയൊക്കെ അകത്ത് കയറ്റിട്ട് എന്താണ് ഈ നോക്കുന്നത്? ഓടി. ഞാനാണ് MLA. ഞാൻ നിന്നോട് പറഞ്ഞ സ്വർണം മോഷ്ടിക്കപ്പെട്ടോ. നിന്റെ അടുത്ത് ആരെങ്കിലും വിൽക്കാമെന്ന എന്നോടൊന്ന് പറയണം. ഇതേ പഴക്കമുള്ള സ്വർണ്ണമാണ്, നിങ്ങൾ വിചാരിക്കുന്ന വിലയൊന്നും കിട്ടില്ല. ചേട്ടെ, കുറെ നാളായി ഞങ്ങൾ ഈ പണി ചെയ്യുന്നവരാ. ഒന്ന് നോക്കി കണ്ടി ചെയ്യേ. ഒരേ വില 23 ലക്ഷം. 23 പറയുമ്പോ 20ന്റെ പകുതി 10, പിന്നെ അതിന്റെ പകുതി. ഓ, ഇത് പിരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ശരി ചേട്ടെ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നമുക്കൊരു 30 ലക്ഷത്തിൽ ഉറപ്പിക്കാം. ശരി, തന്നേക്കാം. വെയിറ്റ് ചെയ്യൂ, വന്നേക്കാം. ആരുടെ ഈ സമയത്ത്? അയാളുടെ ഭാര്യയായിരിക്കും. ഓ, വരൂ സർ. പതിവില്ലാത്ത MLA സാർ നമ്മുടെ വീട്ടിലേക്ക് വരൂ, ഇരുന്ന് സംസാരിക്കാം. സാറല്ല ഇരിക്കട്ടെ. സേട്ടു, വീട്ടിലുള്ള കുറച്ച് സ്വർണങ്ങൾ കളവ് പോയിരിക്കുന്നു. നിന്റെ അടുത്ത് ആരെങ്കിലും വിൽക്കാൻ കൊണ്ടുവന്നോ? അങ്ങനെ ആരും വന്നിട്ടില്ല. ഇനി ആരെങ്കിലും ഇവിടെ വന്നാ എനിക്ക് ഇൻഫോം ചെയ്യണം. തീർച്ചയായും സർ. ഇവര് അന്വേഷിച്ചു വന്ന ആൾക്കാരല്ലേ അവിടെ മുകളിലുള്ളത്? അറിയാം. അവരെ കാണിച്ചു കൊടുത്താലേ നമ്മളുടെ അടുത്ത് ഇതേ സ്വർണത്തെ 1 കോടി രൂപയ്ക്ക് വിൽക്കും. ഇവന്മാർക്ക് 30 ലക്ഷം കൊടുത്താൽ മതി. കച്ചവടം പ്രധാനമാണ്. കാശ് എടുത്തോണ്ട് വാ. ഇതിൽ 30 ലക്ഷമുണ്ട്. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. എണ്ണി നോക്കണ്ടേത്? അതെ, MLAയുടെ ആളുകൾ സ്വർണം കാണാൻ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കറിയുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടേക്കും. അതൊക്കെ വിട്ടുകളാ, നമുക്കൊന്ന് കുളിക്കാം. കളി, ഞാൻ മെല്ലെ കുടിക്കണ്ട. നീ പോയി കുടിക്കേ. എന്താണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? പോയി കുളിക്കേ. ചെല്ലേ, ചെല്ലടാ. ഏതായാലും ഇത്രയൊക്കെ ഒന്നും ആയില്ലേ, ഞാനും ഒന്ന് മേലേട്ട് വരട്ടെ. ഈ സമയത്ത് നമ്മൾ കാശോട് നാടി ചെന്നാൽ അത് പ്രശ്നമാവും. പറഞ്ഞേക്കെ, പോയി കുളിക്കേ. ചെല്ലടാ, പോയി കുളിക്കേ.
കാലിനടിയിൽ വെച്ചിട്ടുണ്ടേ, സൂക്ഷിക്കണം കേട്ടോ. പറഞ്ഞത് കേട്ടോ? ആ ആ ഇവൻ പോയിട്ട് കുറേ നേരമായല്ലോ. ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഈ പണം എടുത്തോണ്ട് പോകുന്നതാ നല്ലത്. ഏതായാലും ഇത്രയൊക്കെ ഒന്നും ആയില്ലേ, ഞാനും ഒന്ന് മേലേട്ട് വരട്ടെ. ഈ സമയത്ത് നമ്മൾ കാശോട് നാട്ടിൽ ചെന്നാൽ അത് പ്രശ്നമാവും. പറഞ്ഞേക്ക് പോയി കുളിക്കേ. ചെല്ലടാ, പോയി കുളിക്കേ. എടാ കഴിവറ മോനെ, നിന്റെ ബുദ്ധി നീ എൻ്റെ അടുത്ത് തന്നെ കാണിച്ചു അല്ലേ? ഇനി ഞാൻ വിടൂലടാ. എടോ, ആരോടാ നീ? എടൂ, എനിക്ക് MLA സാറിനൊന്ന് കാണണം, തുറക്കൊന്ന്. രാവിലെ ഓഫീസിലേക്ക് അവിടെ കണ്ടോ? അത്യാവശ്യമുള്ള കാര്യം പറയട്ടാണ്, നിനക്ക് അറിയാൻ കാണാൻ പറഞ്ഞില്ലേ? പോ. പാടില്ല. ഒന്ന് തുറക്കണ്ടില്ല. എന്താണ് അവിടെ? സാറേ, സാറിന്റെ ആ സ്വർണത്തിനെ പറ്റി പറയാൻ വേണ്ടി വന്നതാ. അവനെ അയക്കേ. സാറേ, സാറിന്റെ വീട്ടിലെ സ്വർണ്ണം മോഷ്ടിച്ച് ഞാനും ആ ജോണിയും കൂടി ചേർന്നാണ്. അവൻ ആ സ്വർണ്ണമൊക്കെ വിറ്റിട്ട് കാശുണ്ടാക്കിയിട്ട് ആ മെറിലെയും കുട്ടി കൊണ്ട് നാട് വിട്ടു പോയി സാറേ. ആ പട്ടിയെടുത്ത് ചവറിലെറിയണം. ശങ്കര, ആ പൈസ എനിക്ക് കിട്ടിയിരിക്കണം. ചെല്ല്. അവൻ എറിഞ്ഞിട്ട് വരുന്നടാ. പുറകോട്ട് വാ, നിർത്തിക്ക. അവൻ ഈ വണ്ടി തന്നെ ഉണ്ടാകും. വിട്ടേക്കരുത്, തട്ടിയേക്കണം. ഇനി എത്ര നേരം എടുക്കും വീട്ടിലെത്താൻ? മഴ പറഞ്ഞ പോലെ ഉണ്ടല്ലോ. അതെടി മെർലിൻ, ഇപ്പൊ ചായയൊക്കെ കുടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവനെ കിട്ടിയോ? അത് ആ പെണ്ണിന്റെ കൂടെ ഇല്ല ചാ. അവൻ രക്ഷപ്പെടരുത്. ഞാനിതാ വന്നുകൊണ്ടിരിക്കുന്നു. നേരെ ഒരുപാടായി തോന്നുന്നു. അതേടി, രാവിലെ വേഗം ജോലിക്ക് പോണ്ടേ? കിടന്നുറങ്ങണ്ട, കാലത്ത് വേഗം വന്നോ. ഞാൻ പോവുകയാണേ.
മുരളി, ആ എവിടെ പോയിരിക്കായിരുന്നു? എത്ര നേരം കാത്തിരിക്കാന്നറിയോ? ക്രിസ്മസ് ആവാറായില്ലേ, കരോളിന് പോയതാണ്. ശരി ശരി, ഞാൻ ഇവിടെ തന്നെ കാണും. നീ പോയി ഡ്രസ്സ് എടുത്തിട്ട് വാ, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകാം. എന്തിനിപ്പോ ഇങ്ങനെ പറയുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ കൂടെ ജീവിക്കാനായിട്ട് ദിവസം ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതല്ലേ, അതിപ്പോൾ നടക്കാൻ പോവാ. എൻ്റെ അടുത്ത് 30 ലക്ഷം രൂപയുണ്ട്. നമുക്ക് അതുമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാം. പോയി തുണി എടുത്തിട്ട് വാ. ആ പണം കൊണ്ട് എത്ര നാൾ ജീവിക്കാൻ പറ്റും? 1 വർഷം അല്ലെങ്കിൽ 2 വർഷം? അതിനുശേഷം നീ വീണ്ടും മോഷ്ടിക്കാൻ പോവില്ലേ? ഞാനും കുഞ്ഞുങ്ങളും നീ വീട്ടിലേക്ക് വരുമോ, പോലീസ് സ്റ്റേഷനിലാണോ എന്നാലോചിച്ച് ഉരുകണം അല്ലേ? കള്ളപ്പണം നമ്മൾ ജീവിക്കാൻ അനുവദിക്കില്ല. നമ്മൾ എന്തിനു ഓടിപ്പോണം? ഈ നാട്ടിൽ തന്നെ കല്യാണം കഴിച്ച് ജീവിക്കാം. എന്റെ അച്ഛനോട് ഞാൻ സംസാരിക്കാം, തീർച്ചയായും സമ്മതിക്കും. കള്ളപ്പണം നമുക്ക് വേണ്ട. ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേ? ഒരുപാട് നേരെ നീ പൊയ്ക്കോ. പണത്തിന് എവിടെയാടാ വെച്ചിരിക്കുന്നത്? നിങ്ങൾ കാശ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സേഫ് ആയിട്ടുണ്ട്. എന്നെ വെറുതെ വിടും, ഞാനത് തന്നേക്കാം. നിന്റെ ഫ്രണ്ടിനെ കൊന്നിട്ട് അരമണിക്കൂറായുടെ ആരുടെ കഥ പറയുന്നത്? പറയടാ. അതെ മണികണ്ഠ, എന്തിനാ ഈ കൊരങ്ങളൊക്കെ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്? അത് തന്നെ ഒന്നും മനസ്സിലാവണില്ലല്ലോ. അയ്യോ അയ്യോ ദൈവമേ, അയ്യോ അച്ഛാ ഇവിടെ നിന്ന് വന്നേ. എന്താ? മാറ് മാറ് മാറ്. അയ്യോ, എന്താ മണികണ്ഠ? അല്ല, ഈ ആരെയും കുറുക്കനടിച്ചു വന്നേക്കണത്? എടാ മരി, 5-6 കുറുക്കൻ ചേർന്നാ വന്നേക്കണെന്ന് തോന്നണത്. കാണാൻ തന്നെ പേടിയാവണു. എടാ വാടാ, ഒന്ന് പിടിച്ചേ, പിടിക്ക്.
ആ